ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എല്ലാവരുടെയും വിശേഷം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇച്ചിരി സ്പെഷ്യലാണ് കേട്ടോ. നമ്മൾ ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ വേഗം തന്നെ കാലത്ത് തന്നെ എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇല്ല. പക്ഷെ നമ്മൾ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേഗം സ്കിൻ കെയറും മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ, ലാക്മിയുടെ ലിപ്സ്റ്റിക്ക്, ഫേസസ് കാനഡയുടെ ഒരു ടിൻറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് വയ്ക്കാൻ മതി. ഈ ഒരു ഡിയോഡ്രൻ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അൺട്രാം റോളോണാണ് ഡോവിൻ്റെ. പിന്നെ ഈ ഒരു ബെല്ലാവിറ്റയുടെ ഒരു സ്പ്രേ, ഈ ഒരു വൈറ്റ് വേർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അങ്ങനെ എൻ്റെ ഒരുക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ആമിക്കുട്ടീനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് ചീകി കൊടുത്തോട്ടാ. ആൾക്കിപ്പോൾ ഞാൻ വല്ലാണ്ട് മേക്കപ്പ് ചെയ്യണതോ അവളുടെ മേക്കപ്പിൽ കൈ കടത്തണതൊന്നും വലിയ താല്പര്യമില്ല. സ്വന്തമായിട്ട് ഒരുങ്ങാനാണ് ഇഷ്ടം. ഞാൻ കുറച്ചെന്നാലും ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് ചീകി കുറച്ച് ബേസ് മേക്കപ്പ് ഇല്ലേ, അത് സ്കിൻ കെയർ കാര്യങ്ങൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു മിററുണ്ട്, ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് ആൾ സ്വയം ഭംഗി നോക്കി ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട്. അതിന് കുറേ മുഖത്ത് മുഴുവൻ പുട്ടിയടിച്ച പോലെ ഇടും. ഇടണ്ടാന്ന് പറഞ്ഞാലും ഇട്ട് വെക്കും. എന്നിട്ട് ആൾ സ്വയം മേക്കപ്പ് ചെയ്ത് ആദ്യം ഒന്ന് കുളമാക്കും കേട്ടോ. ഞാനിങ്ങനെ ആളുടെ മേക്കപ്പ് നോക്കി കുറേ നേരം ഇരിക്കും. പിന്നെ അവസാനം ഞാൻ തന്നെ ഒക്കെ തുടച്ച് മാച്ച് വീണ്ടും ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. ഇപ്പം അങ്ങനത്തെ പിടിവാശികളൊക്കെ ഉണ്ട്. ആൾ തന്നെ മേക്കപ്പ് ചെയ്യലാണ് കേട്ടോ. ഞാനിതിനിടയ്ക്ക് ഒരു ചായയൊക്കെ ഇട്ടു. ഞാൻ മാത്രമാണ് ചായ കുടിക്കുന്നത്. അമ്പലത്തിൽ പോണതിന് മുന്നേ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഫേസിൽ ഇതേ പൗഡർ ഇട്ട് കുറേ പുട്ടിയടിച്ച പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊക്കെ ഒന്ന് മാച്ച് കൊടുത്ത് ജസ്റ്റ് ഇനി എൻ്റെ വക ഒരു മേക്കപ്പാണ് കേട്ടോ. മുടി കെട്ടി കൊടുക്കാൻ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളില്ലേ, ഇങ്ങനത്തെ ക്രാബിൻ്റെ, അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സംഭവമാകുമ്പോൾ പെട്ടെന്നൊന്നും മിസ്സാവണില്ല. മറ്റേതൊക്കെ പെട്ടെന്ന് കേട് വരികയാണ് കേട്ടോ. മറ്റേ ടിക് ടാക്ക് പോലത്തെ ക്ലിപ്പുകൾ, അത് പല ഇത് വാങ്ങിയിട്ടും അതിൻ്റെ മേളത്തൊക്കെ കേടായി പോവുക. ഇതാകുമ്പോൾ കുഴപ്പമില്ല. ഡ്രസ്സിൻ്റെ മാച്ച് പല കളറുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു പൊട്ടൊക്കെ വെച്ചു. അങ്ങനെ ഞങ്ങളുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് വിടുകയാണ് കേട്ടോ. ഞാനിപ്പോഴും കാര്യം പറഞ്ഞില്ലല്ലോ, നമ്മൾ മണിക്കുട്ടന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ബൈക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാനും ഈ ഒരു കാര്യം അറിയണത് 2 ദിവസം മുന്നാണ്. ഇത് അളിയനും തമ്മിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡാണ് മണിക്കുട്ടന് ഇത് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മണിക്കൂട്ടി ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ്റെ അടുത്ത് പറയാറുണ്ട് ഈ ബൈക്കിനെ പറ്റി ഭയങ്കര ഇഷ്ടമാണ്, നല്ലതാണെന്നൊക്കെ. അങ്ങനെ നമുക്കിതിനെ പറ്റിയൊന്നും കൂടുതലായിട്ട് അറിയില്ല, ബൈക്കിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് പൂജിക്കാനായിട്ട് നമ്മൾ 2 വണ്ടിയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. മണിക്കൂട്ടനെ അമ്പലത്തിലോട്ട് വിളിച്ചപ്പോൾ തന്നെ അവൻ എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില്ലാണ്ട് അമ്പലത്തിലോട്ട് എന്താ എന്നെ വിളിച്ചതെന്നൊക്കെ ആൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ബൈക്കിൻ്റെ നമ്മുടെ താക്കോല് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവന് ബൈക്ക് കൊടുത്തു. ആൾ ഡബിൾ ഹാപ്പി കേട്ടോ. പിന്നെ ബൈക്ക് എടുത്തൊന്ന് കറങ്ങാൻ പോയി. ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. ഞാൻ പറഞ്ഞില്ല എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്. അമ്മ അതേ ഇവിടെ ചെടിക്ക് നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കുഞ്ഞു പൂക്കൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ലാവൻഡർ കളർ. അതിലാരും ചോദിച്ചിരുന്നു എവിടെ നിന്നാണ് വാങ്ങി, എന്താ പേരെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴേ ഈ ജമന്തി, ലില്ലി, അതിൻ്റെയൊക്കെ എന്താ പറയുക ഫാമിലിയിൽ വരുന്നതായിട്ട് വരും. ഈ ഒരു ചേമ്പ് പോലത്തെ ചെടി നല്ല രസമുണ്ട് കാണാനായിട്ട്. ചേമ്പ് പോലെ ഇലയുള്ളത്, അതിൻ്റെ ആ ഡിസൈൻ നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡാർക്ക് കളറിൽ ഇങ്ങനെ ലൈറ്റ് ഗ്രീൻ ലൈൻസ് ഒക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് അല്ലേ. ഇത് അമ്മയിലൂടെ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മുടെ ഇവിടെയുള്ള ഓരോ ചെടികളും ഓരോ ഭാഗത്ത് പോകുമ്പോൾ അമ്മ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് കേട്ടോ, അമ്മയച്ഛനും. അങ്ങനെ ഒത്തിരി ചെടികളുണ്ട്. പിന്നെ ഞാൻ പറയാൻ വന്നതേ, ഇന്നാളൊരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ കഴിഞ്ഞ വീടിലിട്ട കുഞ്ഞു ലാവൻഡർ പൂക്കളില്ലേ, അത് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ പല കളേഴ്സ് ഉണ്ട്. എനിക്കത് കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദേ ഒരു കറക്കൊക്കെ കഴിഞ്ഞ് മണിക്കൂട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മയിലുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇവിടെ വരും. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, പറമ്പിലും മതിലിലും ഒക്കെ ഇങ്ങനെ കയറി നടക്കും. അവറ്റങ്ങൾക്ക് ഒരു പേടിയില്ലാന്നേ, ആണും പെണ്ണൊക്കെ വരും. പക്ഷേ ചുറ്റുങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളക്, പയർ, ചീര, അങ്ങനെ ചെടികളും ഒക്കെ ഇങ്ങനെ കൊത്തി തിന്ന് നശിപ്പിക്കും കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ആമിക്കുട്ടിയും ചേട്ടനും ഒന്ന് കറങ്ങാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവരും എത്തിയിട്ടില്ല. ആമിക്കുന്ന ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മടിയുണ്ട്. എല്ലാവർക്കും ലീവാണ്. എനിക്കാണെങ്കിൽ ഇന്ന് സൺഡേ ഡ്യൂട്ടിയുള്ള ദിവസമാണ്. മണിക്കൂട്ട് എന്നെ വിളിച്ചു, നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എക്സ്പൾസാണ് കേട്ടോ. കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല, വാഹനം സംബന്ധമായ കാര്യങ്ങളൊന്നും. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് പോയി. പിന്നെ ഞാൻ നേരെ വന്നിട്ട് വീട്ടിലൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. ഇതൊരു എന്താ പറയുക സെറ്റിംഗ് സ്പ്രേ ആണ്. മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഇല്ലേ, ഫേസസ് കാനഡയുടെ, നല്ലതാണെന്ന് കുറേ കേട്ടു ഞാൻ. റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷിമ്മർ ബേസ്ഡ് ആണ്, അതായത് നല്ല ഗ്ലിറ്റർ ഉണ്ടായിരിക്കും.
ഗ്ലിറ്റേഴ്സ് അല്ല, ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് അല്ല, പക്ഷെ ഒരു ഡ്യൂവി ഫിനിഷ് ആയിരിക്കും അത് ചെയ്ത് കഴിഞ്ഞാൽ. മേക്കപ്പ് ചെയ്തിട്ടൊന്ന് സ്പ്രേ ചെയ്താൽ നല്ല ഗ്ലോ ആയിട്ടിരിക്കും ഫേസ്. പിന്നെ ഇതുപോലത്തെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ജസ്റ്റ് ഇതിൽ എല്ലാം വരുന്നുണ്ട് കേട്ടോ, കോണ്ടൂർ, ബ്ലഷ്, ഹൈലൈറ്റർ, അങ്ങനെ എല്ലാം വരുന്ന ഒരു കുഞ്ഞു പാലറ്റാണ്. ഇത് നല്ല റിവ്യൂസാണുള്ളത്. പിന്നെ ഭയങ്കര അഫോർഡബിൾ ആണ്. അത്യാവശ്യത്തിന് പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഷിമ്മേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മാറ്റായിട്ടുള്ള ഷെയ്ഡ്സും ഉണ്ട്. താഴെ കണ്ടില്ലേ, ബ്ലഷ് 2 ഷെയ്ഡ് വരുന്നുണ്ട്, കോണ്ടൂർ വരുന്നുണ്ട്, പിന്നെ ഒരു ഹൈലൈറ്റർ, ഒരു മിററും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബാഗിൽ ഇങ്ങനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എല്ലാമായിട്ട് യൂസ് ചെയ്യാം. ഐ ഷാഡായിട്ടും ബ്ലഷായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. നല്ല പിഗ്മെൻറ്റഡ് ആണ്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒരു റേറ്റിന് ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ തക്കുടുവിൻ്റെ മാരേജ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്രയും പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് റേറ്റിൻ്റെ ഒന്നല്ല, എന്നാലും നമുക്കൊരു ജസ്റ്റ് ഒരു മേക്കപ്പ് ചെയ്യാനുള്ള സംഭവങ്ങൾ. എൻ്റെ കയ്യിലുള്ള എല്ലാ പ്രൊഡക്ട്സും, മേക്കപ്പ് പ്രൊഡക്ട്സും ഒത്തിരി ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എക്സ്പയർഡ് ആയിട്ടോ. എക്സ്പയർ കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, നല്ല വിഷമമുണ്ട്, അത് കളയേണ്ടി വരും. പിന്നെ ഞാൻ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയി. അവിടെ പോയി യൂണിഫോമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ഡ്യൂട്ടിക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരെയ്ക്ക് എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.